ഗുഡ് ഈവനിങ് മാറ്റിനി ഫിലിമിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുക്കുറളിൻ്റെ 58-ാമത്തെ അധ്യായം കണ്ണോട്ടം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മോഹൻദാസ് ആണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ അധ്യായങ്ങളിൽ ദുർഭരണവും ചെങ്കോലും സദ്ഭരണവും ഒക്കെ നോക്കി. അങ്ങനെയുള്ള അവസ്ഥ കഴിഞ്ഞിട്ട് അടുത്ത ഇതിലേക്ക് വരികയാണ്. തന്നോട് ബന്ധപ്പെടുന്നവരുടെ പ്രശ്നങ്ങൾ മറക്കാതിരിക്കുക, അവരുടെ പ്രയാസങ്ങൾ അനുഭാവപൂർവ്വം കേട്ട് മനസ്സിലാക്കുക. ഈ സദ്ഗുണങ്ങളെ ദാർശനികം എന്ന് വകയിരുത്താം. മുൻ അധികാരത്തിലെ ചില കുറളുകളിൽ പരാമർശിക്കപ്പെട്ട മുഖം കൊടുക്കായിക എന്ന ന്യൂനതയുടെ വിപരീത ഗുണമായ ദാക്ഷിണ്യം ആണ് ഈ അധികാരത്തിലെ പരാമർശ വിഷയം. കുറൾ 571. കണ്ണോട്ടം എന്നും കുഴിപ്പേരും കാരികை ഉണ്മയാൻ ഉണ്ട് ഉലക്. കണ്ണോട്ടം ദാക്ഷിണ്യം, എന്നും എന്ന, കഴിപ്പെരും കാരികை മഹത്തായ സൗന്ദര്യം, കാരികை സൗന്ദര്യം, ഉണ്മയാൽ സത്യമാകുന്നതിനാൽ രാജാവിന് ആ സദ്ഗുണം ഉണ്ടാവുകയാൽ ഈ ഉലക്, ഈ ലോകം ഉണ്ട്, നിലനിൽക്കുന്നു. രാജാക്കന്മാർക്ക് ഭാഗികമായ എന്തൊക്കെ സൗന്ദര്യം ഉണ്ടായിരുന്നാലും ഏറ്റവും മഹത്തായ സൗന്ദര്യം ദാക്ഷിണ്യം തന്നെയാണ്. ആ സദ്ഗുണം സത്യമാവുകയിലാണ് ഈ ഭൂമി നിലനിൽക്കുന്നത്. അത് കണ്ണിൽ കൂടി മറ്റുള്ളവർ നോക്കുമ്പോൾ ആ കണ്ണിൽ ഒരു കാരുണ്യത്തിന്റെ ഉറവിടം കാണണം, അല്ലെ കാരുണ്യത്തിന്റെ ഒരു രശ്മി അതിൽ നിന്ന് ഉദ്ഭവിച്ച് മറ്റുള്ളവരിലേക്ക് എത്തണം എന്നാണ് കവി ഇവിടെ പറഞ്ഞു വരുന്നത്. അത് ഇനിയുള്ള 10 കുറളുകളിലും അത് തന്നെയാണ് പറയുന്നത്. അതായത് മനുഷ്യപ്പറ്റുള്ളവനായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു അടിസ്ഥാന ലക്ഷ്യത്തു കൂടിയാണ് കവി ഈ അധികാരം പറയുന്നത്, ദാക്ഷിണ്യം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. അധ്യായം 58 തിരുക്കുറൾ, ഗ്ലാൻസ് ഓഫ് മെഴ്സി. കണ്ണോട്ടം എന്ന് തമിഴിൽ, മലയാളത്തിൽ ദാക്ഷിണ്യം ഇല്ലെങ്കിൽ കരുണാകടാക്ഷം. ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ രൂപം, സ്വഭാവം ഇവയാണ് കരുണ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതിശയകരമായ സൗന്ദര്യം തിരുക്കുറള് നമ്മൾ അതിനാൽ ലോകം നിലനിൽക്കുന്നു. ലോകത്തെ അതിന്റെ പ്രവർത്തനത്തിൽ നിലനിർത്തുന്നത് കാരുണ്യമാണ്. അതില്ലാത്തവരുമുണ്ട്. അവർ ഭൂമിയെ ഭാരപ്പെടുത്തുന്നു. ഒരു പാട്ടിനും യോജിക്കാത്ത ഒരു രാഗത്തിന്റെ പ്രയോജനം എന്താണ്? കരുണയില്ലാത്ത കണ്ണുകൾക്ക് എന്ത് പ്രയോജനം? കരുണ സമൃദ്ധമല്ലാത്ത കണ്ണ്, അസ്തിത്വം നടിക്കുന്ന മുഖത്ത് അത് എന്ത് ഉദ്ദേശമാണ് സേവിക്കുന്നത്, നൽകുന്നത്? കണ്ണുകൾ കരുണയാൽ അലങ്കരിച്ചിരിക്കുന്നു. കുറൾ 571. കണ്ണോട്ടം എന്നും കഴിപ്പെരും കാരികை ഉണ്മയ്യാൻ ഉണ്ടി മൂലകു. ഉത്തമ ദാക്ഷിണ്യമാം മഹാസൗന്ദര്യ സത്യത്തിൽ നിലനിൽപ്പൂ ലോകം. വാസ്തവത്തിൽ ഈ ഭൂമി നിലനിൽക്കുന്നത് ആ ഉദാത്തമായ സൗന്ദര്യം കൊണ്ടാണ്, കാരുണ്യത്തിന്റെ ഒരു നോട്ടം കൊണ്ടാണ്. ദാക്ഷിണ്യമാം മനോഭാവം നിലനിൽക്കുന്ന ഹേതുവാൽ ഉലകം കേടുകൂടാതെ നിലനിൽക്കുന്നത് നിശ്ചയം എന്ന് കവിവാക്യം.
ഓവർ. Thank you, sir. The Tirukkural, an ancient Tamil text, collection of 1,330 couplets or kurals on ethics, political and economic matters, and love, composed by the poet Tiruvallur. It is considered a timeless guide for a virtuous and meaningful life. Chapter 58, Glance of Mercy, emphasizes the power of compassion and kindness expressed അല്ല ഒരു കണക്കിന് through one's eyes. It suggests ഏതൊക്കെയും തമാശയൊക്കെ എല്ലാവരും that a person's inner goodness and benevolence are reflected in their gaze, making it a powerful force for good in the world. Verse 571. In fact, this earth remains due to the noble beauty, glance of mercy. A Chinese proverb states, a single kind word can warm 3 winter months. This proverb illustrates the profound impact of a small act of kindness, just as the verse highlights how a merciful glance can sustain the world. It shows that even a simple compassionate look can have a ripple effect, fostering goodwill and sustaining the very fabric of society. Therefore, the earth's survival is not due to power or wealth, but to the humane glances that connect us all. As the proverb says, the heart that gives gathers. The world thrives when that great beauty called the kindly look flourishes. Thank you, sir. കുറൾ 572. കണ്ണോട്ട് உள்ளது உலகியல் அகுதிலார் ഉണ്മൈ നിലക്ക് പുറൈ. അതില് ആദ്യത്തെ വരയിലെ മൂന്നാമത്തെ വാക്ക് ഉലകിയൽ, ലോകത്തിന്റെ അന്യൂന്യം എന്ന് പറയുന്ന സ്വാഭാവികത. ഇനി ആദ്യത്തെ വാക്ക് കണ്ണോട്ടത്ത്, ദാക്ഷിണ്യം കൊണ്ട് മാത്രം. ഉള്ളത്, ഉണ്ടാവുന്നത് എത്ര. എന്നിട്ട് ആദ്യത്തെ വരയിലെ നാലാമത്തെ വാക്ക് അകുതിലാർ, അങ്ങനെ ദാക്ഷിണ്യം ഇല്ലാത്തവരുടെ ഉണ്മൈ നിലനിൽപ്പ്, സാന്നിധ്യം, നിലക്ക് പുറൈ, ഈ ഭൂമിക്ക് പുറൈ ആവശ്യമില്ലാത്ത കാര്യം തന്നെ. ലോകത്തിന്റെ അന്യോന്യം എന്ന് പറയുന്ന സ്വാഭാവികത ദാക്ഷിണ്യം കൊണ്ട് മാത്രം ഉണ്ടാവുന്നത് എത്ര. അങ്ങനെ ദാക്ഷിണ്യമില്ലാത്തവരുടെ നിലനിൽപ്പ്, സാന്നിധ്യം ഈ ഭൂമിക്ക് ആവശ്യമില്ലാത്ത കാര്യം തന്നെ. ലോകത്തിന്റെ മുറയും സ്വാഭാവികതയും പ്രയാണവും കൊള്ള കൊടുക്കയുമെല്ലാം നടക്കുന്ന ദാക്ഷിണ്യം. കൊള്ള എന്ന് പറഞ്ഞാൽ കൊള്ളുക എന്നുള്ളതാണ് നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കുക. കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുക. തമിഴിൽ പറയുന്നത് കൊണ്ട് കൊടുക്കൽ എന്നുള്ള വാക്ക് പറയുന്നുണ്ട്. കൊണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് സ്വീകരിക്കുകയും കൊടുക്കുക അങ്ങോട്ട് നൽകുകയും ചെയ്യുന്നതാണ്. കൊണ്ട് കൊടുക്കുക. ഇവിടെ കൊള്ള കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൊള്ള എന്നുള്ളതിലല്ല, ഇവിടെ കൊള്ളുക എന്നുള്ള മീനിങ് ആയിരിക്കും ഉദ്ദേശിക്കുന്ന കവി. നടക്കുന്നത് ദാക്ഷിണ്യം എന്ന മഹത്തായ സ്വഭാവവിശേഷം കൊണ്ട് മാത്രമാണ്. ദയാദാക്ഷിണ്യവും അന്യരിൽ ആർത്തതയും ഇല്ലാത്തവർ അവർക്കും മറ്റുള്ളവർക്കും യാതൊരു പ്രയോജനം ചെയ്യാത്ത വിഫല ജീവിതമാണ് നയിക്കുന്നത്. അന്യർക്ക് ഉപകാരം ചെയ്യുക, അന്യരോട് ക്ഷമിക്കുക, സഹജീവികളെ രക്ഷിക്കുക, ഇതൊന്നും അവർക്കില്ല. ആ നിലയ്ക്ക് അത്തരക്കാരുടെ ജീവിതം ഈ ഭൂമിക്ക് അനാവശ്യമായ ഭാരമാവുന്നു എന്നതിൽ കവിഞ്ഞ് ഒരു ഗുണവും ചെയ്യുന്നില്ല. ഓവർ. എല്ലാവർക്കും നമസ്കാരം. തിരുക്കുറൾ ഭാഗം 2, അധികാരം 58, കണ്ണോട്ടം. അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് കരുണ, കടാക്ഷം, ദാക്ഷണ്യം തുടങ്ങിയവയാണ്. കുറൾ 572. കണ്ണോട്ടത്തുള്ളത് ഉലകിയൽ അതിലാർ ഉണ്മൈ നിലക്ക് പുറൈ.
ദാക്ഷിണ്യത്താൽ ഉണ്ടാം ലൗകികം അല്ലാത്തോർ വാഴ്ച ഈ ഭൂമിക്ക് ഭാരം. കരുണാകടാക്ഷം അഥവാ ദാക്ഷിണ്യം ഇല്ലാത്ത ലോകം മരുഭൂമി സമാനം. ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ ദാക്ഷിണ്യം അല്ലെങ്കിൽ കാരുണ്യം എന്ന മഹത്തായ സ്വഭാവ വിശേഷം കൊണ്ട് മാത്രമാണ്. അർഹിക്കുന്നവരിൽ ദയാദാക്ഷിണ്യം കാണിക്കാത്തവർ, മറ്റുള്ളവരോട് ആർദ്രത തോന്നാത്തവർ എന്തിനാണ് ഈ ലോകത്തിൽ കഴിയുന്നത്? അവരുടെ വിഫല ജീവിതം ആർക്കു വേണ്ടി? മറ്റുള്ള സഹജീവികളോട് കരുണ കാണിക്കുക, ഉപകാരം ചെയ്യുക നിഷ്കളങ്കമായി, അതുപോലെ ക്ഷമിക്കുക, ആപത്തിൽ നിന്നും ഒരു കൈകൊടുത്ത് രക്ഷിക്കുക എന്നൊക്കെയുള്ളത് ദാക്ഷിണ്യത്തിൽ വരും. ഇത്തരം ദീനാനുകമ്പ ഇല്ലാത്ത ജീവിതം ഭൂമിക്ക് ഭാരമാണെന്ന് മാത്രം. ഉലകിൽ പരസ്പര സ്നേഹവും സഹവർത്തിത്വവും പുലർത്തേണ്ടത് മനുഷ്യഗണത്തിൽപ്പെട്ടവർക്ക് അഭികാമ്യമത്രേ. നമ്മളോട് കാണിക്കുന്ന അവഗണനകളും തെറ്റും വകവയ്ക്കാതെ ഒരാളെ അതിന് ശിക്ഷിക്കാതിരിക്കൽ, അപകടാവസ്ഥയിൽ മറ്റൊരാളെ ചേർത്ത് പിടിച്ച് ഞാനുണ്ട് എന്തിനും എന്ന് പറയുന്നത്, മുൻപ് തെറ്റ് പ്രവർത്തിച്ചയാളിന് ഒരു അവസരം കൂടി നൽകൽ, ഏറ്റവും മോശമായ അവസ്ഥയിൽ വീടില്ല, മരുന്നില്ല, രോഗിയും അയാൾക്ക് കൊടുക്കുന്ന സമാധാനം, മല്ലടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരിൽ എമ്പതിയും ടോളറൻസും നമുക്കുണ്ടാകുന്നത് തുടങ്ങിയ പ്രവൃത്തികളെല്ലാം തന്നെ നമുക്ക് ദയാദാക്ഷിണ്യത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്താം. നമുക്ക് അറിയാവുന്ന ഒരു ഉദാഹരണമാണ് പാലായിലെ മെഴ്സി മാത്യു. പിന്നീട് 50 വർഷക്കാലം 16 വയസ്സിൽ പാലായിൽ നിന്ന് പോയ അവർ 50 വർഷക്കാലം ആദിവാസികളുടെ ഉന്നമനത്തിനായി മധ്യപ്രദേശ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒരിടത്തു നിന്നും എതിർപ്പല്ലാതെ മറ്റൊന്നും കിട്ടാതിരുന്ന ആ സമയത്ത് കൂടി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഇന്നും ജൈവ കൃഷിയിലും അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉയർത്തുന്നതിനാവശ്യമായ ഉപദേശങ്ങളും പ്രവർത്തനങ്ങളും നൽകി പോരുന്ന ദയാഭായി. കരുണാകടാക്ഷം ആവോളം പേറുന്ന ഒരു വ്യക്തിത്വമായി അവരെ നമുക്ക് കാണാം. അതുപോലെ ബൈബിളിൽ കിങ് ഡേവിഡിന്റെ കിരീടത്തിന് തന്നെ ത്രട്ടായിരുന്ന ജോനാഥന്റെ മകൻ മെഫിബോഷത്തിൽ കരുണാകടാക്ഷം ചൊരിയുന്നത്, ഡേവിഡ് രാജാവ് കരുണാകടാക്ഷം ചൊരിയുന്നത് പ്രതിപാദിക്കുന്നു. മദർ തെരേസയിലും ഗാന്ധിജിയിലും അതുപോലുള്ള എക്കാലവും നിലനിൽക്കുന്ന ഒത്തിരി കാരുണ്യ പ്രവർത്തകരാൽ സമ്പുഷ്ടമായ സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് കണ്ണോട്ടം അഥവാ കരുണാകടാക്ഷത്തെക്കുറിച്ച് വിവരിക്കാൻ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. തിരുവള്ളുവർ പറയുന്നു, കരുണാകടാക്ഷം ഇല്ലാത്തവർ ഭൂമിക്ക് ഭാരമത്രേ. ഇത് നിർവനെ തന്റെ പ്രജകളോട് എപ്രകാരം അനുഭാവപൂർവം നോക്കിക്കാണണമെന്നും അതിലൂടെ തനിക്കും രാജ്യത്തിനും യശസ് ഉണ്ടാകുമെന്നും ഓർമ്മിപ്പിക്കുന്നു. അതെ, കണ്ണോട്ടത്തുള്ളത് ഉലകിയൽ അതിൽ ഉണ്മൈ നിലയ്ക്കു പൊറൈ. ദാക്ഷിണ്യത്താൽ ഉണ്ടാം ലൗകികം അല്ലാത്തോർ വാഴ്ച ഈ ഭൂമിക്ക് ഭാരം. ഓവർ. താങ്ക് യു സർ. Good evening to all. Tirukkural, Part 2, Chapter 58, Glance of Mercy. Kural 572. കണ്ണോട്ടത്തുള്ളതു ഉലകിയാൽ അതിലാർ ഉണ്മൈ നിലക്കു പൊറൈ. Worldly life goes on with merciful glance. Merciless are indeed burden to earth. Chapter 58 of the Tirukkural, titled Compassion, Kannotam, emphasizes the importance of kindness and benevolence, particularly in the context of leadership and social interaction. It highlights that compassion is the foundation of a well-functioning world, and that those who lack it are a burden. The chapter also explores how compassion adorns the eyes and how true vision
is linked with a compassionate heart. This Quran emphasizes the virtue of enduring hardships and insults stoically. It highlights that those who patiently bear the hardships of fasting are surpassed by those who endure harsh words. It also connects with this forbearance with lasting glory, suggesting that enduring negativity is a path to enduring greatness. Thank you all. Over. കുറൾ 573 പൺ എന്നാം പാടർക്ക് ഇയവിൻ്റെ കൺ എന്നാം കണ്ണോട്ടം ഇല്ലാതെ കൺ. ഇവിടെ രണ്ടിടത്ത് എന്നാം എന്നുള്ള വാക്ക് വരുന്നുണ്ട്. അതിൽ ആദ്യത്തേത് പൺ. പണ്ണെന്നത് രാഗം എന്നത് ശ്രുതി. പാടർക്ക് പാടുന്നതിനോട് അല്ലെങ്കിൽ ആ ഗാനത്തോട് ഇയവിൻ്റെ ഇണങ്ങിച്ചേരുന്നില്ലെങ്കിൽ പിന്നെ ആ രണ്ടാമത്തെ വാക്കെടുക്കുകയാണ് എന്നാം, അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് കവി ചോദ്യം ചോദിക്കുകയാണ്. ഒരു രാഗത്തിന് അതിന്റെ ശ്രുതി പാടുന്നതിനോട് ചേർന്ന് വന്നാൽ മാത്രമേ, അത് ലയിച്ചു വന്നാൽ മാത്രമേ അത് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ, അത് അതിന്റെ സൗന്ദര്യം കാണാൻ പറ്റും. അത് ഇല്ലെങ്കിൽ ആ ഗാനം കൊണ്ടോ ആ രാഗം കൊണ്ടോ ഒരു പ്രയോജനവും ഇല്ല. അതുപോലെ അവസാനത്തെ വാക്ക്, രണ്ടാമത്തെ വരിയിൽ അവസാനത്തെ വാക്ക് എടുക്കാം. ആദ്യ വരെ തന്നെ അവസാനത്തെ വാക്ക് വരുന്നുണ്ട് കൺ. കണ്ണുകൾ കണ്ണോട്ടം ഇല്ലാതെ കൺ. ആർദ്രതയോടെ ദാക്ഷിണ്യപൂർവ്വം നോക്കാൻ പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ വീണ്ടും എന്നാം, എന്ത് ഫലം എന്ന് ചോദ്യം ചോദിച്ചു നിർത്തുകയാണ് കവി. ഓവർ. താങ്ക് യു സർ. കുറൽ 573 പൺ എന്നാം പാടർക്കു ഇയൈപ്പു ഇൻഡേൽ കൺ എന്നാം കൺ ഓട്ടം ഇല്ലാത കൺ പാട്ടോടിണങ്ങാത്ത ശ്രുതി എന്തു ശ്രുതി അലിവ് കാട്ടാത്ത കണ്ണെന്തു കണ്ണ്. ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ ആധാരമാണ് ദാക്ഷിണ്യം. ദക്ഷിണൻ എന്ന പദത്തിന് സാമർഥ്യമുള്ളവൻ, വിവേകമുള്ളവൻ, സത്യസന്ധതയുള്ളവൻ എന്നെല്ലാമാണ് അർത്ഥം. ദക്ഷിണന്റെ അഥവാ സമർത്ഥന്റെ ഭാവമാണ് ദാക്ഷിണ്യം. ദക്ഷണസ്യ ഭാവം ദാക്ഷിണ്യം എന്ന് നിരുക്തി. ഒരു കണക്കിൽ അന്യന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ശീലമാണത്. അലിവുള്ള മനസ്ഥിതി എന്ന് പറയാം. അങ്ങനെയാവണം ദയ എന്ന പൊരുളും ദാക്ഷിണ്യത്തിന് വന്നു ചേർന്നത്. ഹാ കാലാഭിഭവം വെടിഞ്ഞനുപദം പൊങ്ങുന്ന ദാക്ഷിണ്യമേ എന്ന് മഹാകവി കുമാരനാശാൻ പ്രയോഗിച്ചതും മറ്റുള്ളവരോട് അനുഭാവപൂർവം പെരുമാറലാണ് ദാക്ഷിണ്യമെന്ന് ഒരിക്കൽ കൂടി സമർത്ഥിക്കുന്നു. രാജാക്കന്മാർക്ക് എന്തൊക്കെ ബാഹ്യമായ സൗന്ദര്യം ഉണ്ടായിരുന്നാലും ഏറ്റവും മഹത്തായ സൗന്ദര്യം ദാക്ഷിണ്യം തന്നെയാണ്. അത് സത്യമായാലേ ഭൂമിക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ലോകത്തിന്റെ മുറയും സ്വാഭാവികതയും പ്രയാണവും കൊള്ളക്കൊടുക്കലും എല്ലാം നടക്കുന്നത് ദാക്ഷിണ്യം എന്ന മഹത്തായ സ്വഭാവ വിശേഷം കൊണ്ടാണ്. ദയാദാക്ഷിണ്യവും അന്യരിൽ ആർദ്രതയും ഇല്ലാത്തവർ അവർക്കും മറ്റുള്ളവർക്കും യാതൊരു പ്രയോജനവും ചെയ്യാത്ത വിഫല ജീവിതമാണ് നയിക്കുന്നത്. അന്യർക്ക് ഉപകാരം ചെയ്യുക, അന്യരോട് ക്ഷമിക്കുക, സഹജീവികളെ രക്ഷിക്കുക, ഇതൊന്നും അവർക്കില്ല. ആ നിലയ്ക്ക് അത്തരക്കാരുടെ ജീവിതം ഈ ഭൂമിക്ക് അനാവശ്യമായ ഒരു ഭാരമാവുന്നു എന്നതിൽ കവിഞ്ഞ ഒരു ഗുണവും ചെയ്യുന്നില്ല. ശ്രുതി ഗാനവുമായി ഇണങ്ങുന്നില്ലെങ്കിൽ അത് വിഫലമാണ്. അതുപോലെയാണ് ആർദ്രത അഥവാ ദാക്ഷിണ്യം ഇല്ലാത്ത കണ്ണുകളുടെ കാര്യവും. കുറൽ 573 പൺ എന്നാം പാടർക്കു ഇയൈപ്പു ഇൻഡേൽ കൺ എന്നാം കൺ ഓട്ടം ഇല്ലാത്ത കൺ പാട്ടോടിണങ്ങാത്ത ശ്രുതി എന്തു ശ്രുതി അലിവു കാട്ടാത്ത കണ്ണെന്തു കണ്ണ്. താങ്ക് യു. Thank you, ma'am. Verse 573. If tune doesn't suit song, what use of that tune? If eyes lack mercy, what use of those eyes? The demon king, Hiranyakashipu, possessed a formidable gaze, but it was
filled only with hatred for Lord Vishnu. He used these eyes, which were meant for sight, to cast cruel glares upon his own son, Prahlada, simply because the boy worshipped his sworn enemy. These eyes, beautiful in their physical form, were like a melody played without a fitting song, utterly devoid of any paternal love or compassion. But Prahlada's eyes, though belonging to a small child, were filled with unwavering devotion and mercy for his father, a pure light that shone through all persecution. Ultimately, it was this loving gaze, not Hiranyakashipu's hateful stare, that truly held power and proved that eyes without mercy are of no use. Those who cultivate virtue will experience good fortune and happiness, while those who disregard virtue will face misfortune and sorrow. Thank you. മോഹൻദാസ് സാർ മ്യൂട്ടാണ്. അഞ്ഞൂറ്റി ഉളപോലെ മുഖത്ത് യവൻ ചെയ്യും അളവിനാൽ കണ്ണോട്ടം ഇല്ലാതെ കൺ. 573 രണ്ടാമത്തെ വരിയും ഇതാണ്, കണ്ണോട്ടം ഇല്ലാതെ കൺ. 574 രണ്ടാമത്തെ വരി അതേപോലെയാണ്, കണ്ണോട്ടം ഇല്ലാതെ കൺ. എന്നിട്ട് ആ വരിയിലെ ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്കാണ് ആദ്യം എടുക്കുന്നത്, അളവിനാൽ, വേണ്ട അളവിൽ. എന്നിട്ട് രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക്, കണ്ണോട്ടം ഇല്ലാതെ, ദാക്ഷിണ്യം ഇല്ലാത്ത കൺ, കണ്ണുകൾ. ഇനി ആദ്യത്തെ വരിയിലെ രണ്ടാമത്തെ വാക്കെടുക്കാം, മുഖത്ത്, ഒരുവന്റെ മുഖത്ത് ഉണ്ടാവാം. ഉളപോൽ, ആദ്യത്തെ വാക്ക്, അവിടെ അവ ഉണ്ടായിരിക്കുന്നു എന്നതിൽ കവിഞ്ഞ്. ഇനി അത് ആദ്യ വരിയിൽ മൂന്നാമത്തെ വാക്ക്, യവൻ, എന്താണ്, എന്തൊന്നാണ്. എന്നിട്ട് അതിൽ മൂന്നാമത്തെ വാക്ക്, ചെയ്യും, അവ ചെയ്യുക. കണ്ണുകളുടെ പുണ്യം എന്നത് അതിൽ കനിയുന്ന അലിവാകുന്നു. ആ അലിവ് ദാക്ഷിണ്യം ഇല്ലാത്ത പക്ഷം ആ കണ്ണുകളെ കൊണ്ട് എന്തൊരു പ്രയോജനമാണ് ഈ ലോകത്തിനുണ്ടാവുക. അങ്ങനെ രണ്ടെണ്ണം അവിടെ ഉണ്ട് എന്ന് കാണുന്നവർക്ക് തോന്നും, അത്രയേ ഉള്ളൂ. ഓക്കെ. ഉളപോലെ മുഖത്ത് യവൻ ചെയ്യും അളവിനാൽ കണ്ണോട്ടം ഇല്ലാതെ കൺ. ഓവർ. ഭാഗം 2. ദയാമാനസം, ദാക്ഷിണ്യം. കുറൾ 574. ഉളപോലെ മുഖത്തും യവൻ ചെയ്യും അളവിനാൽ കണ്ണോട്ടം ഇല്ലാതെ കൺ. ഉണ്ടെന്നു തോന്നിപ്പതല്ലാതെ എന്തു ഫലമുണ്ടു കനിവൂറാത്ത കണ്ണാൽ. ആർദ്രത തോന്നാത്ത കണ്ണിനെ കൊണ്ടെന്തു ആസ്യത്തിൽ 2 പൂൺ ഉണ്ടെന്നതല്ലാതെ. എന്നുവെച്ചാൽ അലിവ് തോന്നാത്ത കണ്ണുകൾക്ക് എന്താണ്, നമ്മുടെ മനസ്സിന് ദയുണ്ടാകണം മറ്റുള്ളവരോട്, കണ്ണുകൾക്ക് ദയുണ്ടാകണം. അലിവ് തോന്നാത്ത കണ്ണുകൾ കൊണ്ട് മുഖത്ത് 2 വടു ഉണ്ട് എന്നതല്ലാതെ വലിയ പ്രയോജനമൊന്നുമില്ല. സഹജീവികളോട് കരുണ കാണിക്കുക, അവരോട് അനുഭാവം കാണിക്കുക, ഉത്തമമായ കണ്ണുകളിലെത്തണം. കണ്ണുകളിൽ കനിവ് നിറഞ്ഞാൽ സുഖമുള്ള ജീവിത അനുഭവങ്ങൾ കൈവരും. കണ്ണുകൾ വെറുതെ മുഖത്ത് വെച്ച് ഒന്നും കണ്ടില്ല എന്ന് ഭാവിച്ച് നടക്കുന്നത് അധർമ്മമാണ്. സൽക്കർമ്മികൾക്ക് പ്രകാശമാനം ആയ കണ്ണുകൾ ഉണ്ടാവും. അത് കാരുണ്യ സ്പർശമുള്ളത് കൊണ്ടായിരിക്കും. മദർ തെരേസ, മലാല യൂസഫ്, മഹാത്മജി എന്നിവരെല്ലാം ദയാനുകമ്പയുടെ മകുടോദാഹരണങ്ങളാണ്. അവർക്ക് അവരുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചവരാണ്. ദയ. കണ്ണിൽ ദയ തോന്നിയില്ലെങ്കിൽ കണ്ണിൽ പുണ്ണാണെന്ന് കരുതിയാൽ മതി.
സഹജീവികളോ കണ്ണീരൊപ്പാനുള്ള കാരുണ്യത്തുവാലയില്ലാത്തത് കൊണ്ട് ആ കണ്ണുകൊണ്ട് എന്താണ് ഫലം? കാരുണ്യമില്ലാത്ത കണ്ണുകൾ കാഴ്ചകൾ കണ്ടിട്ട് മാത്രം ഫലമില്ല. മറ്റുള്ളവരോട് ദയ കാണിക്കുക, കാരുണ്യം കാണിക്കുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. രാജാവിന്റെ മനസ്സ് സഹാനുഭൂതി അഥവാ കാരുണ്യ നിർഭരമാണെങ്കിൽ പ്രജകൾക്ക് ആനന്ദവും രാജാവിനോട് ബഹുമാനവും വിശ്വാസവും ഉണ്ടാകും, അവർക്ക് സന്തോഷവും ഉണ്ടാകും. അങ്ങനെ നമ്മുടെ കണ്ണുകളെ കാരുണ്യ കടലാക്കി മാറ്റുക. താങ്ക് യു. ഉളപോൽ 574 കുറൾ. ഉളപോൽ മുഖത്ത് ഏവർ ചെയ്യും അളവിനാൽ കണ്ണോട്ടമില്ലാതെ കൺ. താങ്ക് യു. ഓവർ. കുറൽ 573 ആണ് സാർ കാണിക്കുന്നത്. 574. ഉളപോലെ മുഖത്തു യവൻ ചെയ്യും അളവിനാൽ കണ്ണോട്ടം ഇല്ലാതെ കൺ. വാട്ട് ബെനിഫിറ്റ് even if eyes are on face but no glance of mercy? This couplet emphasizes the importance of compassion and empathy. It essentially questions the purpose of physical eyes if they do not reflect a compassionate heart and a willingness to understand and share in the feelings of others. The verse highlights that true vision involves not just a physical sight, but also the ability to see with empathy and kindness. It explains the importance of understanding and respecting the diverse strength of others, rather than focusing solely on one's own perceived superiority. It highlights that true wisdom lies in recognizing the unique abilities and contributions of all individuals and acting accordingly. Also, the verse suggests that one should not only be aware of their own strength, but also understand the strength of others and their diverse abilities. Thank you all. Over. 575. കവി വള്ളൂർ അടുത്ത് പറയുന്നു, ഈ കണ്ണുകൾക്കൊരു അലങ്കാരം അല്ലെങ്കിൽ ഒരു ആവരണം എന്താണ്? കണ്ണിർക്ക് അണികലം കണ്ണോട്ടം, അത് ഇന്ദ്രയിൽ പൊന്നന്റ് ഉണരപ്പെടും. ഒരുവന്റെ കണ്ണുകൾക്ക് രണ്ടാമത് വാക്ക് അണികലം, അലങ്കാരം അല്ലെങ്കിൽ ആവരണം, കണ്ണോട്ടം ആയിട്ടുള്ളത് അവയിലുള്ള ദാക്ഷിണ്യം ആവുന്നു. നാലാമത്തെ വാക്ക് അത് ഇന്ത്യയിൽ ആ ദൈവികമായ ആർദ്രത അവയ്ക്ക് ഇല്ലെന്ന് വരികിൽ ആ കണ്ണുകൾ, പ്രാസം ഒപ്പിച്ച് പറയാണ്, കണ്ണെന്ന പേര് പുൺ എന്നുള്ള വാക്കാണ് പറയുന്നത്, പുണ്ണിന് വെറും പുണ്ണുകൾ മാത്രമാണെന്ന് ഉണരപ്പെടും, ജ്ഞാനികളാൽ അറിയപ്പെടും. ജ്ഞാനികൾ പറയുന്നത് അത് കണ്ണുകളല്ല, അത് വെറും പുണ്ണാണെന്നുള്ളത്, ഒരു ഉണർവും ഇല്ലാത്ത ഒരു അവയവം എന്ന് മാത്രം പറയുന്നു. കണ്ണുകൾക്ക് പ്രകൃതിയാ ഉള്ള ആവരണം ദാക്ഷിണ്യമാവുന്നു. ആ കനിവ് കൂറാത്തതായ കണ്ണുകൾ വെറും പുണ്ണുകൾ മാത്രം. ഓവർ. താങ്ക് യു സർ. തിരുക്കുറൾ ഭാഗം 2, അധികാരം 58. കുറൾ 575. കണ്ണീർക്കു അണികലം കണ്ണോട്ടം, അതിൻ്റെ പുണ്ണന്റു ഉണരപ്പെടും. കണ്ണുകൾ കണിഭൂഷ ദാക്ഷിണ്യം, അലിവറ്റ കണ്ണുകൾ പുണ്ണുകൾ മാത്രം. ഈ കുറളിൽ തിരുവള്ളുവർ പറയുന്നു, കണ്ണുകൾക്ക് ആഭൂഷണം മറ്റേതൊരു വികാരത്തെക്കാളും ദയാദാക്ഷിണ്യമാകുന്നു. ഈശ്വര കൃപാ കടാക്ഷം പോലെ ആ ആർദ്രത, അലിവ് ആ കണ്ണുകൾക്കില്ലെങ്കിൽ അവ വെറും പുണ്ണുകൾ മാത്രം. പ്രകൃതിയാലുള്ള അപരനോട് അലിവാർന്ന നയനങ്ങളില്ലെങ്കിൽ അയാൾ മനുഷ്യനാണോ? അതൊരു സാധാരണക്കാരനിൽ പോലും ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുമ്പോൾ ഒരു രാജാവ് എത്ര കണ്ട് ദയാദാക്ഷിണ്യത്തിൽ ശുഷ്കാന്തിയും ചടുലതയും ഉൾക്കൊള്ളണമെന്നും തൻ്റെ കടമകൾ
യഥാവിധി ചെയ്യുന്നതിലൂടെ സാമ്രാജ്യം വിശാലമാക്കി ജനസമ്മതനായി നാടുവാഴാൻ കഴിയുമെന്നും ഓർമ്മപ്പെടുത്തുന്നു. രാജാവിനെ പോലെ തന്നെ ഒരു സാധാരണ വ്യക്തിയിലും ദയാദാക്ഷിണ്യം അനിവാര്യം തന്നെ. വിസ്മയ കേസിൽ പ്രതി ഒരു ദാക്ഷിണ്യവും അർഹിക്കുന്നില്ലെന്ന് വിധിന്യായം. ജീവിതത്തിൽ പ്രതീക്ഷയോടെ കയറിവന്ന പെൺകുട്ടിയെ ഒരു ദയവുമില്ലാതെ ദ്രോഹിച്ചു. പിന്നെ ഒരു ഗോവിന്ദചാമി. ഇപ്പോഴിതാ എല്ലായിടത്തും ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രശ്നം. ആരാണ് മനുഷ്യത്വമില്ലാത്തവരെന്ന് ഓരോരുത്തരുടെയും പ്രവൃത്തി അവർക്ക് തന്നെ ടാഗ് തൂക്കിക്കൊടുക്കുന്നുവെന്നുള്ള കാര്യം വിസ്മരിക്കുന്നു. നിജസ്ഥിതി അറിയാതെ, അറിയാൻ ശ്രമിക്കാതെ ദയാദാക്ഷിണ്യം പറ്റിയവരായി മാറേണ്ടി വരുന്നതും ചിലപ്പോഴൊക്കെ യാദൃച്ഛികം. ഒരു മനുഷ്യായുസിൽ ഒരിക്കലെങ്കിലും ദയാദാക്ഷിണ്യം കാണിക്കാതെയാകുവാൻ നമുക്കാവില്ല. ഉള്ളിൽ ദോഷം വെച്ചിട്ട് പുറം വൃത്തിയാക്കിയിട്ടെന്തു കാര്യമല്ലേ? ഭരിക്കുന്നവർ ഭരിക്കപ്പെടുന്നവരിൽ അലിവും ദീനാനുകമ്പയും ഉള്ളവരല്ലെങ്കിൽ അവർക്ക് ആ പദത്തിന് എന്ത് അർഹതയാണുള്ളത്? അതെ, ദീനാനുകമ്പ ഇല്ലാത്തവൻ രാജാവാകാൻ, ജനനായകനാകാൻ യോഗ്യനല്ല. അവന്റെ കണ്ണുകൾ തിമിരം ബാധിച്ചു എന്നോ വെറും പുണ്ണുകൾ മാത്രമാണെന്നോ ഓർക്കാം. ഒരു മുഖത്തിന്റെ ശ്രീ എന്ന് പറയുന്നത് കണ്ണുകളാണ്. ആ കണ്ണുകൾ പുണ്ണുകളായാൽ ഏതൊരുവന്റെയും പുറക്കണ്ണും അകക്കണ്ണും സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ എവിടെയാണ് പ്രജകൾക്ക് സന്തോഷം ലഭിക്കുക? സമൂഹത്തിന് ശാന്തി കൈവരിക? സാമ്രാജ്യം സമാധാനത്തോടെ മനസാക്ഷിയെ പണയം വെക്കാതെ ഭരിക്കാൻ കഴിയുക? അതുപോലെ മനസ്സു തുറന്ന് സ്വയം സന്തോഷിക്കണമെങ്കിൽ കരുണാർദ്രമായ ഒരു മനസ്സ് നമുക്ക് അത്യാവശ്യം തന്നെ. അത് സാധ്യമാകുന്നതോ ദയാദാക്ഷിണ്യത്താൽ മാത്രവും. ഈ ലോകത്തിൽ നമ്മൾ എന്താണോ നൽകുന്നത് അത് തന്നെ ആയിരിക്കും പിൽക്കാലത്ത് നമ്മെ തേടിയെത്തുന്നതും. ഇവിടെ തിരുവള്ളുവർ പറയുന്നു, ദയാദാക്ഷിണ്യമില്ലാത്ത നേത്രങ്ങൾ ആരും കണ്ടാലറയ്ക്കുന്ന പുണ്ണുകളത്രേ. കുറൾ 575. കണ്ണിർക്കു അണികലം കണ്ണോട്ടം അതിൻ്റേൽ പുണ്ണൻ്റു ഉണരപ്പെടും. കണ്ണുകൾ കണിഭൂഷ ദാക്ഷിണ്യം അലിവറ്റ കണ്ണുകൾ പുണ്ണുകൾ മാത്രം. താങ്ക് യു സർ. Ornaments to eye is a glance of compassion. If it is lacking eye, will be counted as soot. Scroll 576. கண்ணோடு இயந்த மரத்தனையர் കണ്ണോട് ഇയന്ത കണ്ണോടാതവർ. വീണ്ടും കവി എന്ന് പറയുന്നു, ആ കണ്ണിൽ ദാക്ഷിണ്യം ഇല്ലെങ്കിൽ ആ കണ്ണുകൊണ്ട് കാണാൻ പറ്റാതെ ഒരേയിടത്ത് വേരുറച്ചു നിൽക്കുന്ന ഒരു മരത്തെ പോലെയാണ് എന്ന് കവി വീണ്ടും പറഞ്ഞു നിർത്തുന്നു. മരത്തിനൊരു പ്രത്യേകിച്ചൊരു ഉണർവും ഒന്നും ഉണ്ടാകത്തില്ല എന്നുള്ള രീതിക്കാണ് കവിയുടെ പറയുന്നത്. കണ്ണോട് ഇയന്ത് മരത്തനയർ കണ്ണോട് ഇയന്ത് കണ്ണോടാതവർ. കണ്ണോട് രണ്ട് കണ്ണോടും കൂടി, ഇയന്ത് ചേർന്ന്, കണ്ണോടാതവർ എന്നാൽ ഒട്ടും ദാക്ഷിണ്യം ഇല്ലാത്തവരായി സഞ്ചരിക്കുന്നവർ. അപ്പൊ ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്കായിരുന്നു എടുത്തത്. കണ്ണോട് ഇയന്ത് കണ്ണോടാതവർ. അപ്പം ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്ക് രണ്ടാമത്തെ വരിയിൽ ചേർന്നിട്ടാണ് ഇപ്പം പറഞ്ഞത്. കണ്ണോട് ഇയന്ത് കണ്ണോടാതവർ. ഇനി ആദ്യത്തെ വരിയിൽ വരികയാണ്. മണ്ണോട് ഇയന്ത, മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന മരത്തനയർ, മരത്തെ പോലെ ആകുന്നു. സഞ്ചരിക്കുമ്പോഴും അവർ ഒന്നും ദയാപൂർവം കണ്ടറിയുന്നില്ലല്ലോ, അതാണ് മരം പോലെ എന്ന് പറഞ്ഞത്. ഓവർ. കുറൽ 576. മണ്ണോട് തനയർ കണ്ണോട് ഇയന്ത കണ്ണോടാതവർ. മണ്ണിൽ ഉറച്ച മരം പോലെയാണ്. രണ്ട് കണ്ണുണ്ടായി ദാക്ഷിണ്യമറ്റോർ. ദാക്ഷിണ്യം എന്ന വാക്കിന് കരുണ, അലിവ്, സഹാനുഭൂതി തുടങ്ങിയ അർത്ഥങ്ങളുണ്ട്.
ഒരാളുടെ വികാരങ്ങളെയും ഇഷ്ടങ്ങളെയും മാനിക്കുന്ന ഒരു മനോഭാവമായും ഇത് സൂചിപ്പിക്കുന്നു. കണ്ണിൽ യാതൊരു കനവുമില്ലാതെ ഈ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ സഞ്ചരിക്കുന്നവരുണ്ട്. മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന മരങ്ങളെ പോലെയാണ് അവർ. സഞ്ചരിച്ചാലും അവർ സഹാനുഭൂതിയോടെ കണ്ടറിയേണ്ട യാതൊന്നും കാണുന്നില്ല. അതിനാൽ അവരുടെ സ്ഥാനം നിന്ന നിൽപ്പിൽ തന്നെ നിൽക്കുന്ന മരങ്ങളുടേത് തന്നെ. പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു കല്ലിൽ ദൈവമുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് അതിനെ ദൈവ പ്രതിബിംബമായി ഒരാൾ തൊഴുന്നത്? അവന്റെ കണ്ണിൽ സ്നേഹമുണ്ടാവണം, കനിവുണ്ടാവണം, ആർദ്രതയുണ്ടാകണം, പ്രകാശമുണ്ടാവണം. ആ കണ്ണുകൊണ്ട് നോക്കിയാൽ കല്ലിലും ദൈവത്തെ കാണാം. പ്രതിഷ്ഠകൾ ആത്മശുദ്ധീകരണത്തിനുള്ളതാണ്. ആ ശുദ്ധി അവനവന്റെ ആത്മാവിൽ നിന്ന് തന്നെ വരണം. ആ വരവിനുള്ള വാതിലുകൾ മാത്രമാണ് കണ്ണുകൾ. ആദ്യം ഉണ്ടാകേണ്ടത് ദാക്ഷിണ്യമാണ്. ദാക്ഷിണ്യം ദയയിൽ നിന്നുണ്ടാകുന്നു. ദയാദാക്ഷിണ്യങ്ങൾ എന്നാണല്ലോ നാം പറയാറ്. കാരുണ്യമുള്ള മനുഷ്യൻ ആപ്പിൾമരം പോലെയാണ്. ഫലം നൽകിയിട്ടത് നിശബ്ദമായി നിൽക്കും. മണ്ണോട് ഇയന്ത മരത്തനയർ, കണ്ണോട് ഇയന്ത കണ്ണോടാതവർ. മണ്ണിലുറച്ച മരം പോലെയാം രണ്ടു കണ്ണുണ്ടായി ദാക്ഷിണ്യമറ്റോർ. താങ്ക് യു. Those don't look with mercy are like firm-rooted tree. Kurul 5:7. കണ്ണോട്ടം ഇല്ലവർ കണ്ണിലർ, കണ്ണുടയാർ കണ്ണോട്ടം ഇന്മയും ഇൽ. ആദ്യത്തെ വാക്ക് കണ്ണോട്ടം ഇല്ലവർ കണ്ണിലർ. ദാക്ഷിണ്യം ഇല്ലാത്തവർ കണ്ണിലർ. ഒറ്റ വാക്കിൽ അന്ധന്മാർ തന്നെ. ആദ്യ വരിലെ മൂന്നാമത്തെ വാക്ക് കണ്ണുടയാർ. യഥാർത്ഥത്തിൽ കണ്ണുകൾ ഉള്ളവർ. കണ്ണോട്ടം ഇന്മയും ഇൽ. ദാക്ഷിണ്യം ഇല്ലാത്തവരാവുക എന്നൊരവസ്ഥ ഇല്ല തന്നെ. അതായത് കാരുണ്യം കണ്ണിലുള്ളവർ ഒരിക്കലും അന്ധന്മാരാകുന്നില്ല. അവരെ ശരിക്കും കണ്ണിൽ കണ്ണുള്ളവർ തന്നെയായിട്ടാണ് കാണുന്നത്. പക്ഷേ ദാക്ഷിണ്യം ഇല്ലാത്തവർ ഒറ്റ വാക്കിൽ അന്ധന്മാരായിട്ട് കണക്കാക്കപ്പെടും എന്ന് കവി പറയുന്നു. പുക എവിടെ ഇല്ലയോ അവിടെ തീയുമില്ല, അതുപോലെ ആർക്ക് ദാക്ഷിണ്യമില്ലയോ അവനും കണ്ണുമില്ല. ഉണ്ടെന്ന് വരികിലും പരത്തിൽ അവൻ അന്ധൻ തന്നെ എന്ന് കവി പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു സർ. തിരുക്കുറൾ അധികാരം 58, കുറൾ 577. കണ്ണോട്ടം ഇല്ലവർ കണ്ണിലർ, കണ്ണുടയ്യാർ കണ്ണോട്ടം ഇന്മയും ഇൽ. ദാക്ഷിണ്യമില്ലാത്തോർ കണ്ണറ്റോർ, കണ്ണുള്ളോർ ദാക്ഷിണ്യശീലർ താനെന്നും. കണ്ണോട്ടമില്ലാത്തവർ, ദയാവായ്പില്ലാത്തവർ കണ്ണിന് കാഴ്ചശേഷി ഇല്ലാത്തവർക്ക് സമം. കണ്ണുള്ളവന് ദാക്ഷിണ്യമില്ലാത്തവനായിരിക്കുവാൻ കഴിയില്ല. ഇത് നഷ്ടപ്പെടുത്തുന്നവൻ എന്തിന് അലങ്കാര വസ്തുവായി കണ്ണും വഹിച്ചുകൊണ്ട് ജീവിക്കുന്നു? സഹജീവികളോട് ആപത്ത് വിപത്ത് അവസരങ്ങളിൽ യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ പ്രവർത്തിക്കാൻ കഴിയാത്തവന് ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്തവകാശമാണുള്ളത്? ഒരു ഭൂപതി താനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സർവ ചരാചരങ്ങളോടുമുള്ള തൻ്റെ ബന്ധം മറക്കാതിരിക്കുക. അവരുടെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാതിരിക്കുക. കാര്യകാരണ സഹിതം അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് അതിന് പരിഹാരം കണ്ടെത്തുക. ഒരുവന് പ്രയാസമുണ്ടാക്കുന്നവരെ കണ്ടെത്തി ശിക്ഷിക്കുക തുടങ്ങിയവയും ഒരു രാജാവിൻ്റെ അനുഭാവപൂർവമായ സമീപനങ്ങളിൽ ഉൾപ്പെടുന്നു. ഉപ്പുരസമില്ലാത്ത വെള്ളം കടൽ വെള്ളമല്ല. അതുപോലെ ദയാദാക്ഷിണ്യമില്ലാത്ത കണ്ണ് കണ്ണുമല്ല. ദയാവായ്പുള്ളവന് മറ്റുള്ളവരെ നഷ്ടപ്പെടില്ല. അയാളെ വിട്ടുപോകുന്നവർക്ക് നഷ്ടം സംഭവിക്കുകയും ചെയ്യും. പാലസ്തീനിലെയും ഇസ്രായേലിലെയും ഇറാനിലെയും ഉക്രൈനിലെയും യുദ്ധങ്ങളിൽ നാം വേവലാതിപ്പെടുന്നു. എന്തുകൊണ്ട് സാംസ്കാരിക പൈതൃകങ്ങളും മനുഷ്യജീവനുകളും യാതൊരു വിലയും കൽപ്പിക്കാതെ പന്താടുന്നു?
സാമ്പത്തിക അരക്ഷിതാവസ്ഥ ആ രാജ്യങ്ങളെയും അതിന്റെ പ്രതിഫലനം ലോകത്തെ മുഴുവൻ ജീവനെയും ബാധിക്കുന്നുവെന്നെന്തോ മസ്തിഷ്കമുള്ള മനുഷ്യർ തിരിച്ചറിയാതെ പോകുന്നത്. നമ്മൾ പ്രതിഷേധത്തോടെ അത് ഓർക്കുമ്പോൾ എന്തുകൊണ്ട് ആ യുദ്ധത്തിന് കാരണക്കാരായവർ കണ്ണു തുറക്കാത്തത്? എന്താണവർ അന്ധകാരത്തിൽ മുങ്ങിത്തപ്പുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്ത വിഷയങ്ങൾ. അതുകൊണ്ടായിരിക്കും കണ്ണുണ്ടായാൽ പോരാ കാണണമെന്നും, കാതുണ്ടായാൽ പോരാ കേൾക്കണമെന്നും, കൈയുണ്ടായാൽ പോരാ പ്രവർത്തിക്കണമെന്നും പറയുന്നത്. നിസ്സഹായരുടെ മേൽ നടത്തുന്ന അതിക്രമങ്ങൾ കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ ഊപ്പു കൈകളോടെ തിരുവള്ളുവരുടെ ഈ കുറൾ ഓർത്തുകൊണ്ട് സഹജീവികളെ ദയാവായ്പാകുന്ന കണ്ണുകളോടെ നോക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറൾ 577 കണ്ണോട്ടം ഇല്ലവർ കണ്ണിലർ കണ്ണുടയ്യാർ കണ്ണോട്ടമിന്മയും ഇൽ ദാക്ഷിണ്യമില്ലാത്തോർ കണ്ണറ്റോർ കണ്ണുള്ളോർ ദാക്ഷിണ്യശീലത്താനെന്നും. ഓവർ. താങ്ക് യു സർ. Those lacking glance of mercy are having no eyes. Men with eyes are not merciless. Scroll 578. അടുത്തൊരു രാജാവിന്റെ കാര്യമാണ് പറയുന്നത്. രാജാവ് തൻ്റെ കർത്തവ്യം തെറ്റാതെ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ഭൂമി തന്നെ സ്വന്തമാണ് എന്നുള്ള രീതിക്കാണ് കവി പറയുന്നത്. കരുമം ചിതയാമൽ കണ്ണോട് വല്ലാർക്ക് ഉരുമൈ ഉടൈത്ത് യൂലക്. കർമ്മം എന്ന് പറഞ്ഞ കർത്തവ്യം, അവന്റെ കടമ. കരുമമേ കണ്ണായി എന്നുള്ളൊരു ഒരു പഴഞ്ചൊല്ലുണ്ട്. അതായത് ചെയ്യുന്ന ആ ദൗത്യം അല്ലെങ്കിൽ എന്താണോ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആ കർത്തവ്യം അതേപോലെ ചെയ്യുക എന്നുള്ളതാണ്. ഈ ലോകം കർമ്മം നിയോഗിക്കപ്പെട്ടത് ചെയ്യുക എന്ന തൻ്റെ കർത്തവ്യം ചിതയാമൽ കോട്ടം തട്ടാത്ത വിധത്തിൽ കണ്ണോട് എല്ലാവർക്ക് ദാക്ഷിണ്യപൂർവ്വം ചെയ്യാൻ കഴിയുന്ന രാജാക്കന്മാർക്ക് ഉരുമൈ വിടയത്ത് സ്വന്തമാവുന്നു. അവനവന്റെ കർമ്മം ചെയ്തു വരികയാണെങ്കിൽ അവനവന് ആ ഭൂമി തന്നെ സ്വന്തമായി തീരും എന്ന് കവി വളരെ ചുരുക്കത്തിൽ പറഞ്ഞു നിർത്തുന്നു. ഓവർ. കുറൾ 578 ഭാഗം 2 കുറൾ 578. കരിമം ചിതയാമൽ കണ്ണോടവല്ലാർക്ക് ഉരുമൈ ഉടൈത്ത് ഇവ്വലക കർമ്മം ദയാപൂർവം അന്യൂനം ചെയ്യോർക്കി മന്നിടം സ്വന്തമാകുന്നു. കർത്തവ്യമൊപ്പമായി ദയയും കലർന്നുള്ള ഒഴിവൻ ചോണിക്കത്ത് സാക്ഷാൽ അവകാശി. കർമ്മത്തെ പറ്റിയാണ് പറയുന്നത്. രാജധർമ്മം. കർത്തവ്യനിഷ്ഠനും ദയാലുവുമായ രാജാവിനെ ജനങ്ങൾ ആദരിക്കും. തന്റെ പ്രവൃത്തിയിൽ ചുമതലാബോധവും കാരുണ്യവാനുമായ രാജാവിനെ ജനങ്ങൾ നെഞ്ചിലേറ്റും. രാജധർമ്മം കള്ളമില്ലാതെ ദാക്ഷിണ്യശീലത്തോടെ നിർവഹിക്കുന്ന പ്രജാപതിയെ പ്രജകൾ തോളിലേറ്റും. ഈ ലോകം സമാധാനവും അഭിവൃദ്ധിയും കൈവരിക്കണമെങ്കിൽ രാജാക്കന്മാർ ധർമ്മനിഷ്ഠരായിരിക്കണം, കർത്തവ്യ നിർവഹണമുള്ളവരായിരിക്കണം. കർത്തവ്യ നിർവഹണമാണ് രാജധർമ്മം. ഒരു ശിക്ഷ ലഭിക്കത്തക്ക വിധത്തിലുള്ള കുറ്റം ചെയ്താലും രാജാവ് ദാക്ഷിണ്യമുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. സ്വന്തം കാര്യം സാധിക്കുന്നതിന് തന്ത്രശാലിയായ രാജാവ് ബുദ്ധിപൂർവം പ്രവർത്തിക്കണം. എപ്പോഴും ദാക്ഷിണ്യമുള്ളവനായിരിക്കണം, കരുണയുള്ളവനായിരിക്കണം, കർത്തവ്യനിഷ്ഠയുള്ളവനായിരിക്കണം രാജാവ്. എന്നാൽ പ്രജകൾക്ക് സന്തോഷവും സമാധാനവും ആശ്വാസവും ഉണ്ടാകും. താങ്ക് യു. ഭാഗം 2 578 കുറൾ. കരിമം ചിതയാമൽ കണ്ണോടവല്ലാർക്ക് ഉരുമൈ ഉടൈത്ത് ഇവ്വുലകു കർമ്മം ദയാപൂർവം അന്യൂനം ചെയ്യോർക്കി മന്നിടം സ്വന്തമാകുന്നു. താങ്ക് യു. The strong of unerring duty of completion and eyes of mercy will win the world. Scroll 579. പുറത്താറ്റും
പൺപിനാർ. സാർ കേൾക്കുന്നില്ല കേട്ടോ. സാർ മ്യൂട്ടായി പോയി. മോഹൻദാസ് സാർ ആ മ്യൂട്ടാ. അതെ. പുറത്താറ്റും പൺപിനാർ കണ്ണും കണ്ണോടി പുറത്താറ്റും പൺപേ തലൈ. ആദ്യത്തെ വരിയിൽ ആദ്യത്തെ വാക്കാണ്. പുറത്താറ്റും വെറുക്കപ്പെടേണ്ട കാര്യങ്ങൾ ചെയ്തു വരുന്ന പൺപിനാർ കണ്ണും. ഇവിടെ ഈ കണ്ണെന്ന് പറഞ്ഞ അവരിടത്തും എന്നുള്ളതാണ്. പൺപിനാർ കണ്ണും അങ്ങനത്തെ ഒരു ശീലമുള്ള സ്വഭാവമുള്ളവരിടത്തും. അപ്പൊ ആ കണ്ണിന്റെ വാക്ക് വേറെ നേരത്തെ പറയുന്ന കണ്ണല്ല, അവരിടത്തിൽ പോലും എന്നുള്ളതാണ്. പൺപിനാർ കണ്ണും ശീലം പുലർത്തുന്ന ശിശാർഗമായ തന്റെ ശത്രുക്കളോടും. എന്നിട്ട് രണ്ടാമത്തെ വരിയിൽ പറയാണ് പുറത്താറ്റും അത് ക്ഷമിച്ച് മാപ്പാകുന്ന പൺപേ സംസ്കാരമകത്തും തന്നെയാണ് ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം കലൈ ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് കവി പറഞ്ഞിരിക്കുന്നു. ഓവർ. താങ്ക് യു സർ. കുറൽ 579. പൊറുത്താറ്റും പൺപിനാർ കണ്ണും കൺ ഓടി പൊറുത്താറ്റും പൺപയെ തലൈ. വെറുപ്പോരിനും നല്ല ദാക്ഷിണ്യമാർന്നതു പൊറുക്കുന്ന സദ്ഗുണം ശ്രേഷ്ഠം. തന്നെ വെറുക്കുന്നവരോടും ക്ഷമിക്കുക, ദ്രോഹിക്കുന്നവരോടും പൊറുക്കുക ഈശ്വരീയമായ ഒരു ഗുണമത്രയത്. അങ്ങനെ ചെയ്യുന്നവൻ ഉത്തമ പുരുഷൻ, ശ്രേഷ്ഠൻ. പക്ഷേ ആ ഗുണം എത്ര പേർക്കുണ്ടാവും? അതിന് വലിയൊരു മനസ്സ് വേണം. ഒരു രാജ്യം ഭരിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് അവനവന്റെ മനസ്സ് നിയന്ത്രിക്കുക എന്നത്. അവിടെ ക്ഷോഭം, കോപം, താപം, അസഹിഷ്ണുത തുടങ്ങിയ ശത്രുക്കൾ നുഴഞ്ഞു കയറാതെ നോക്കണം. ലോഭം, മോഹം, മതം, മാത്സര്യം, കാമം എന്നിവയൊന്നും താവളമടിക്കാതെ സൂക്ഷിക്കുകയും വേണം. മനസ്സ് വൃത്തിയായി കൊണ്ടു നടക്കാൻ കഴിവുള്ളവൻ ലോകത്തെ ഭരിക്കാൻ പ്രാപ്തനാകുന്നു. മനഃശാന്തിക്കു വേണ്ടി ഒരുവൻ പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യണമെന്നില്ല. മറിച്ച് ദുർവിചാരങ്ങളിൽ വ്യാപൃതനാകാതിരുന്നാൽ മാത്രം മതിയെന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസനും നമ്മളെ നോക്കി ഓർമ്മിപ്പിച്ചിരിക്കുന്നു. എന്തു ചെയ്യുമ്പോഴും അവനവന്റെ മനസാക്ഷിയോട് ചോദിക്കണം, എന്താണ് മനസാക്ഷി? അത് അവനവനിലെ തന്നെ മനസ്സിലെ സത്യം തന്നെയാണ്. മനസാക്ഷിയും ഭീരുത്വവും ഒന്ന് തന്നെയെന്ന് ഓസ്കാർ വൈൽഡ് പറഞ്ഞിരിക്കുന്നു. മനസാക്ഷിയുള്ളവരുടെ അഭിപ്രായത്തിന്റെ പുനർജന്മമാണ്. മനസാക്ഷി മറ്റുള്ളവരുടെ അഭിപ്രായത്തിന്റെ പുനർജന്മമാണെന്ന് ടൈലർ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. കുറൾ 579. പൊറുത്താറ്റും പൺപിനാർ കണ്ണും കൺ ഓടി പൊറുത്താറ്റും പൺപയ തലൈ. വെറുപ്പോരിലും നല്ല ദാക്ഷിണ്യമാർന്നത് പൊറുക്കുന്ന സദ്ഗുണം ശ്രേഷ്ഠം. താങ്ക് യു. The best habit is to forgive even those who did punishable wrong, showing mercy. Scroll 580. പെയക്കണ്ടും നഞ്ചു ഉണ്ട് അമേവർ നയത്തക്ക നാഗരികം വേണ്ടുവർ. ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്ക് നയത്തക്ക, ആരാരും അംഗീകരിക്കപ്പെടുന്ന. രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് നാഗരികം, ദാക്ഷിണ്യ ശീലം കൊണ്ടുള്ള സംസ്കാര സമ്പന്നത. രണ്ടാമത്തെ വരിയിലെ മൂന്നാമത്തെ വാക്ക് വേണ്ടുപവർ, ആഗ്രഹിക്കുന്നവർ. ആരാലും അംഗീകരിക്കപ്പെടുന്ന ദാക്ഷിണ്യശീലം കൊണ്ടുള്ള സംസ്കാര സമ്പന്നത ആഗ്രഹിക്കുന്നവർ. ആദ്യത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക് നഞ്ച്, വിഷത്തെ. ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് പേയക്കണ്ടും, കൂട്ടുകാർ ഭക്ഷണത്തിൽ കലർത്തുന്നത് കണ്ടാൽ പോലും. മൂന്നാമത്തെ വരി, ആദ്യ വരിയിലെ മൂന്നാമത്തെ വാക്ക് ഉണ്ട്, യാതൊരു വിരോധവും കാണിക്കാതെ അത് ഭക്ഷിച്ച് അമേവർ വീണ്ടും അവരോട് പൊറുക്കുന്നു. അതായത് അടുത്തുള്ള വളരെ സാമീപ്യമുള്ള ബന്ധുക്കൾ പോലും ആയിരുന്നിട്ട് പോലും അവർ തരുന്ന ഭക്ഷണത്തിൽ വിഷം കലർന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയിലും
അവരോട് ദാക്ഷിണ്യം കാണിച്ച് അത് ഭക്ഷിക്കാൻ തയ്യാറായി ഇരിക്കുന്ന ഒരു സംസ്കാരമുള്ളവർ അത് കാണിക്കുക തന്നെ ചെയ്യും. ആ ദാക്ഷിണ്യത്തിന്റെ ബലം കൊണ്ട്, ആ ഇച്ഛാശക്തി കൊണ്ട് അവരതിനെ നേരിടും എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഓവർ. ജോർജ് സാർ മ്യൂട്ടാണ്. ഇന്നത്തെ അവസാനത്തെ ഖുറാൻ 580. പെയക്കണ്ടും നഞ്ച് ഉണ്ട് അമൈവർ നയത്തക്ക നാഗരികം വേണ്ടു പവർ. നഞ്ഞിട്ട് കണ്ടാലുമുണ്ടു സഹകരിക്കുന്നു സംസ്കാരം കൊതിപ്പോർ. സ്നേഹിക്കുന്ന ഒരാൾ വിഷം നൽകിയാലും എല്ലാവരും പ്രശംസിക്കപ്പെടുന്ന സംസ്കാരമുള്ളവർ, കരുണയുള്ളവർ അത് സമാധാനത്തോടെ കഴിക്കുന്നു. സ്നേഹിതർ നഞ്ചു ചേർത്താലും നിരാക്ഷേപം ഭുജിച്ച പിൻ അവരുടെ ദയാപൂർവം സ്നേഹിക്കൽ നാഗരിക. കൺക്ലൂഷൻ. ഭൂമിയോട് സാമ്യമുള്ള കരുണമരങ്ങൾ കണ്ണുകളാൽ ജനിച്ച് ജീവിക്കുന്നു. കരുണയില്ലാത്തവർക്ക് കണ്ണുകളില്ല. ഭൂമി എത്രയോ കരുണയോടെയാണ് എല്ലാവരോടും പെരുമാറുന്നത്. ദുഷ്ടനും ശിഷ്ടനും ഭൂമിയോട് ദ്രോഹം ചെയ്യുന്നവനെ എല്ലാം അവിടുന്ന് സഹിക്കുകയാണ്. കണ്ണുള്ളവർക്ക് കരുണയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. കരുണയുള്ളവരായിരിക്കുമ്പോൾ തന്നെ തങ്ങളുടെ കടമകൾ തെറ്റാതെ നിർവഹിക്കുന്നവരുടേതാണ് ലോകം. നമ്മെ വേദനിപ്പിക്കുന്നവരോട് പോലും കരുണയും ക്ഷമയും കാണിക്കുക എന്നത് ഒരു ഗുണമാണ്, ഏറ്റവും പ്രശംസനീയവുമാണ്. സ്നേഹിക്കുന്ന ഒരാൾ വിഷം ഒഴിക്കുന്നത് കണ്ടാലും ഭക്ഷണത്തിൽ കരുണാസമ്പന്നരായവർ അത് കുടിക്കുകയും സൗഹാർദ്ദപരമായി അവരോട് ഇടപെടുകയും ചെയ്യും. ഈ അവസാനം പറയുന്ന 580 ഖുറല് കുറച്ച് അതിശയോക്തി കലർത്തിയാണ് പറയുക. കരുണയുടെ ആ ഫോം എന്താണ് എന്ന് ആളുകളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം ബൈബിൾ അന്ത്യവിധിയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് മുഴുവൻ കരുണയെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ ഭവനമില്ലാത്തവനായിരുന്നു, വിശക്കുന്നവനായിരുന്നു, വസ്ത്രമില്ലാത്തവനായിരുന്നു. നിങ്ങൾ എന്താണ് ചെയ്തത്? ഇതാണ് ഏറ്റവും പരമോത്കൃഷ്ടം എന്ന് ലോകത്തെ വിശ്വാസികളെ ഒക്കെ പഠിപ്പിക്കുകയാണ്. കരുണയില്ലെങ്കിൽ യാതൊരു അർത്ഥവുമില്ല ഈ ലോക ജീവിതത്തിന്. അപ്പോൾ ഇത് രാജാവിന് മാത്രമല്ല, പ്രജകൾക്കും സകല മനുഷ്യർക്കും ഉണ്ടാകേണ്ടുന്ന ഒരു സദ്ഗുണമാണ് കരുണ. കരുണയുടെ മനുഷ്യരാകാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഒരുപക്ഷെ നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ട ടീച്ചറും ഒക്കെ, ഓമന ടീച്ചറും മറ്റുമൊക്കെ വയനാട് ദുരന്തത്തിൽ വിഷമിച്ച ആളുകൾക്ക് വേണ്ടി ഭവനം നിർമ്മിച്ചു. കരുണയുടെ ഒരു രൂപമാണ്. ഓരോരോ പ്രശ്നങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ അനേകം മനുഷ്യരെ കരുണ കാട്ടുന്നു. അത് ഏതാനും ചിലർക്കായി സംവരണം ചെയ്തിരിക്കുന്ന ഒന്നല്ല. എല്ലാവരും അവരവരുടേതായ തലത്തിൽ കരുണ
കാട്ടണം. അതാണ് ക്രിസ്തുമതം മാത്രമല്ല, സകല മതങ്ങളും മുഹമ്മദ് നബി എവിടെല്ലാം പറഞ്ഞിരിക്കുന്നു. എല്ലാ മതഗ്രന്ഥങ്ങളും ഉദ്ഘോഷിക്കുന്നു, മതങ്ങളും ഉദ്ഘോഷിക്കുന്നു കരുണയുള്ളവരായിരിക്കുക. അങ്ങനെ കരുണ കാട്ടി ഈ രാജ്യത്ത് ഒരു മനുഷ്യനും ദുഃഖ ദുരിതങ്ങളൊന്നും അനുഭവിച്ച് വേദനയിൽ മുങ്ങിത്താഴില്ല. ധാരാളം പണം, ധാരാളം വിഭവങ്ങൾ ഈ ഭൂമിയിലുണ്ട്. വേണ്ടവണ്ണം വിതരണം ചെയ്യപ്പെട്ടാൽ മാത്രം മതി. നമുക്കതിനായി യത്നിക്കാം. ഇന്നത്തെ ദിവസത്തെ ഈ ഖുറൽ പഠനം അനേകർക്ക് അതിലേക്കൊക്കെ ഒരു വഴി കൂടെ ഉണ്ടാകട്ടെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം എല്ലാവരെയും വളരെ കരുണയോടുകൂടി തന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കുചേർന്ന മുഴുവൻ പേർക്കും ഇതിന്റെ ട്രാൻസ്ലേറ്റേഴ്സിന് പ്രത്യേകം നന്ദി. താങ്ക് യു. Thank you, sir. Verse 580. Even if loving one gives poison, it is eaten peacefully by those having culture extolled by all. During the great churning of the ocean by the gods and demons, a deadly poison named Halala emerged, threatening to destroy all creation. Frightened, all the gods turned to Lord Shiva, the compassionate protector of the universe, for help. With a serene and peaceful heart, Shiva willingly drank the poison to save his loved ones, the entire world. He held the poison in his throat, which turned blue, earning him the name Neelakanta, demonstrating his immense sacrifice and love. This divine act exemplifies that truly noble soul will peacefully accept even death to protect those they love. Tirukkural 580 specifically focuses on the power of patience and steadfastness in overcoming obstacles. If you bear hardships with a calm mind, you will see the dawn of success after a night of darkness. The chapter Glance of Mercy reveals that true inner goodness and compassion are most powerfully expressed through the eyes. A merciful gaze is not merely an act of seeing, but a profound expression of a benevolent heart, capable of bestowing comfort and fostering goodwill. It is a sign of a truly noble character, showing that a person's soul is gentle and kind. Ultimately, the Tirukkural suggests that the very existence of a virtuous society is sustained not by power or wealth, but by these simple, compassionate glances. Here is a proverb: a kind glance is the best cosmetic. A small poem. The world may boast of gilded things and treasures held in velvet rings, but richer far than any gold, a story in a glance is told. A silent promise, soft and deep, a comfort for the souls who weep. So let your eyes, like gentle rain, wash clean the sorrow and the pain. Thank you. Thank you, Sabu sir, Maynar sir, Joshi sir, and Usha ma'am, Sheila ma'am, and George sir, Snehalada ma'am, Sri Kumari ma'am, and Sudhodhanan sir, and Anil Kumar sir. Everybody, all of you are very thankful from us. Thank you, everybody. Thank you. Thank you.
താങ്ക് യു മാം. മനു സാർ അടുത്ത ആഴ്ച എന്നാ? അടുത്ത ആഴ്ചയില് ആരവൃത്തി, സ്പൈ, ഡിറ്റക്റ്റീവ്സ്, തമിഴില് ഒറ്റാടൽ, ഒറ്റ കൊടുക്കുക എന്നുള്ളത് പോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് രാജാവിന് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ഒറ്റിക്കൊടുക്കുന്നവൻ, സ്പൈ വർക്ക്, ഡിറ്റക്റ്റീവ്സ് ആണ്. അവിടെ പറയുന്നുണ്ട് ഇത്തവണ കണ്ണിന്റെ ദാക്ഷിണ്യത്തോടെയാണ് ഉപയോഗിച്ചെങ്കിൽ അടുത്താണ് പറയുന്നത് രാജാവിന്റെ 2 കണ്ണുകളിലെ ഒന്ന് ഒറ്റനാണ്, മറ്റേ കണ്ണെന്ന് പറയുന്നത് വളരെ നീതിശാസ്ത്രങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങൾ. അങ്ങനെയാണ് കവി പറയുന്നത്. ശരിക്ക് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇവയെ രണ്ടും തെറ്റിന്റെ മന്നവൻ കൺ, ചാരന്മാർ കീർത്തി കേട്ട നീതിശാസ്ത്ര ഗ്രന്ഥം, ഇവ രണ്ടും രാജാവ് തന്റെ കണ്ണുകളായി കരുതണം. ആ രീതിക്ക് വളരെ വിജിലന്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അന്യനാട്ടിൽ എന്ത് നടക്കുന്നു, ഈ രാജ്യത്തിന് എന്തൊക്കെ ശത്രുത അല്ലെങ്കിൽ പോരായ്മകൾ ഉണ്ടാവുമെങ്കിലും അത് കണ്ടറിയാനുള്ള കണ്ണായിരിക്കണം ഒറ്റന്മാർ അല്ലെങ്കിൽ ചാരന്മാരുടെ പ്രവൃത്തി എന്ന് കവി പറയുന്നു. അത് അടുത്ത ആഴ്ചയിൽ കാണും. ഇപ്പം ഇവിടെ ഒറ്റൻ നല്ലവനാ അല്ലേ സർ? ഈ ഒറ്റൻ നല്ലതാണ്. അതായത് രാജഭരണത്തിന് വേണമല്ലോ ഇന്റലിജൻസ്. ഇവിടെ ഇപ്പം പറയണമെങ്കിൽ ഓരോ രാജ്യത്തും ഇന്റലിജൻസ് വേണമല്ലോ, അത് കണ്ട് അറിയാൻ വേണ്ടിയിട്ട് അവരാണുള്ള റിപ്പോർട്ട്, ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പ്രധാനം. അതില്ലെന്നുണ്ടെങ്കിൽ രാജാവിന് രാജ്യഭരിക്കാൻ ബുദ്ധിമുട്ടായി. അതിനാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇന്റലിജൻസ് എന്ന് പറയുന്നത് അല്ലേ? ഇന്റലിജൻസ് എന്ന് പറയുമ്പോ നല്ല സുഖമുണ്ട്. ഈ ഒറ്റൻ എന്ന് പറയുമ്പോ ചാരപ്രവർത്തി. ഒറ്റം എന്ന് പറയുമ്പോ കുറ്റം പോലെ ഉണ്ട്. ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒറ്റുകൊടുക്കാന്നല്ല പറഞ്ഞു. ഒറ്റിക്കൊടുക്കുക. അവിടെ നിന്ന് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തപ്പോ ഇവിടെ ഒറ്റാടൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത രാജ്യത്തൊന്നും പോകേണ്ട കാര്യമില്ല അതിനു വേണ്ടി അല്ലേ? അതെ, രഹസ്യ നിരീക്ഷണം എന്ന അർത്ഥത്തിൽ മാത്രമായിരിക്കില്ലേ? അതെ, ഡിറ്റക്റ്റീവ്സ് യാഥാർത്ഥ്യം എന്നറിയാം. പിന്നെ അവസാനം സുഖമില്ല, തൊണ്ടയ്ക്ക് ഇതായിരുന്നു, എന്നിട്ടും ഇത്രയും ശ്രമം എടുത്തും വന്നിരുന്ന കുറെ ഇംഗ്ലീഷിലേക്കുള്ള ഒരു സാറാണ് ചെയ്തത്. പിന്നെ അത് കൃത്യസമയത്ത് തന്നെ നിർത്തുകയും ചെയ്തു. നന്നായിട്ടുണ്ട്. ശീലമാവേണ്ട പ്രത്യേകം ഒരു നന്ദിയുണ്ട്. കാരണം വളരെ ചുരുക്കത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയത്. ഇതേ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴും അതേ ഒരു ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് എൻ്റെ. 2 ദിവസമായില്ലേ സൗണ്ട് മാറ്റം കാണുന്നുണ്ട് സാറിന്? അതെ, നന്നായി റെസ്റ്റ് എടുക്കണം. സാറിന് പെട്ടെന്ന് സുഖാവട്ടെ. ഗെറ്റ് വെൽ സൂൺ സർ. സുഖമായി, കുഴപ്പമൊന്നുമില്ല. റെസ്റ്റ് എടുക്കണം. അതുപോലെ സന്തോഷം. മരുന്നിന്റെ എഫക്ട് ഇന്നലെ പിന്നെ 3 ദിവസമായി. ഇന്നലെ ഞാൻ എൻ്റെ അത് ജസ്റ്റ് കയറിയതേ ഉള്ളൂ. എനിക്ക് സാറ് തുടങ്ങിയിട്ട് എത്ര കഴിഞ്ഞാ മരുന്ന് മേടിച്ചേ? ഞാൻ അന്ന് വൈകുന്നേരം മരുന്ന് മേടിച്ചു. പക്ഷെ അന്ന് വൈകുന്നേരം ഇവര് ഇപ്പൊ പഴയ പോലെ അല്ല, ഈ ഡോക്ടേഴ്സ് ഒന്നും പഴയ പോലെ മരുന്ന് ആന്റിബയോട്ടിക് ഒന്നും തരുന്നില്ല. ഇപ്പൊ അവര് ചുമ്മാ കാൽപോള് കഴിച്ച് 2 ദിവസം കാൽപോള് ചുമ്മാ കഴിച്ചു പോയി. ഞാനത് അവര് ടെസ്റ്റ് ചെയ്യാതെ തരത്തില്ലെന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അതിന്റെ റിപ്പോർട്ട് തെറ്റിപ്പോവും, വെയിറ്റ് ചെയ്യ്, മാറുമെന്ന് നോക്കാം. ഇത്ര ചതിവാ നീ. അത് വലിയ ഹോസ്പിറ്റലിൽ പോയതല്ല, ചെറിയ ഹോസ്പിറ്റലിലേക്കാണ് എന്തെങ്കിലുമൊക്കെ തന്ന് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയാന്. ഇല്ല സാറേ, എറണാകുളത്ത് സിറ്റി ഹോസ്പിറ്റലിൽ തന്നെയാണ് മോനും ഒക്കെ വന്നപ്പോഴും പറഞ്ഞത് 3 ദിവസം നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ടെസ്റ്റ് ചെയ്താൽ അറിയത്തില്ല. എന്നുവെച്ചാൽ അവർക്കറിയാം ഈ സാധനമാണ് വരുന്നതെന്നുള്ളത്. അതുകൊണ്ടായിരിക്കും. വേറെ ഒരു സാധനം ഇല്ല ഇപ്പൊ. ഈ ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഒരു വൈറൽ എന്ന് വെച്ചാൽ ശരിക്കും കോവിഡ് തന്നെ, അതിന്റെ ഒരു പുതിയൊരു വേർഷനേ ഉള്ളൂ. വേറെ ശല്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് രസമെന്ന് വെച്ചാൽ ഇതിന് വേണ്ടി ഡ്രഗ് കുറിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞ കുറേ കണ്ടീഷൻസ് ആണ് നമ്മൾ പേടിച്ചു പോയി കേൾക്കുമ്പോൾ. ഇതിങ്ങനെയാണ് ഇത്. പിന്നെ ഞാൻ ഇവിടെ വന്ന ഡ്രഗ്സിനെ കുറിച്ച് മുഴുവൻ വായിച്ച് പഠിച്ച് ഇങ്ങനെ പുള്ളി ഭയങ്കര സീരിയസ് ആയിട്ടാണ്. മനസ്സിലായോ ഇത് മനസ്സിലായോ. അപ്പോൾ നമുക്ക് വിചാരിക്കും ദൈവം ഇത് കഴിച്ചാൽ ഇതെന്താവും. ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ എനിക്ക് ശരിക്കും പെട്ടെന്ന് ഒരു തൊണ്ടവേദന തോന്നി. പക്ഷെ എനിക്ക് എന്തെങ്കിലും അങ്ങനെ വന്നാ പെട്ടെന്ന് അങ്ങ് പോവുകയില്ല. എന്തോ ഭാഗ്യത്തിന് ഡോക്ടറെ അടുത്ത് പോകാൻ എനിക്ക് തോന്നി. ഞാൻ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് വാങ്ങിയത് കൊണ്ട് അത് അങ്ങ് പോയി. തുടങ്ങിയതേ ഉള്ളായിരുന്നു.
അല്ലാതെ ഇത് ഇങ്ങനത്തെ ഒരു ഇപ്പം ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ എനിക്ക് തോന്നുന്ന ഒരു 6-7 പേർക്ക് ഈ സാധനമുണ്ട്. ഇതാണെന്ന് ടെസ്റ്റ് ചെയ്താൽ കിട്ടും. ടെസ്റ്റ് ചെയ്യാൻ ആരും പ്രിഫർ അല്ല, ചെയ്യാറില്ല. ഡോക്ടർ കുറെ ടെസ്റ്റ് ഒക്കെ ചെയ്തായിരുന്നു. ഉം. അപ്പൊ ഞാൻ വൈറ്റമിൻ ഡി കഴിച്ചിട്ട് ഇച്ചിരി കൂടുതലായി. അതിന്റെ കുഴപ്പമെല്ലാം ഉണ്ടായി. ഇത് സ്വാബ് ടെസ്റ്റ് ആണ്, മൂക്കിൽ കൂടെ ഇത് ഇട്ടിട്ട് കോവിഡ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ ടെസ്റ്റാ, വേറെ ഒന്നുമില്ല. കോവിഡ് ടെസ്റ്റ് പോലെ ചെയ്തു അല്ലേ? അതാണ് ഇൻഫ്ലുവൻസ ടെസ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് പിന്നെ 750 ബ്ലഡ് രൂപയും ടെസ്റ്റ് മേടിക്കും. പിന്നെ സാധാരണ നോർമൽ ബ്ലഡിന്റെ റുട്ടീൻ, അതിലൊന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ നോർമലാ. ഈ തന്നെ പോട്ടെ എന്ന് വെച്ച് ഇരുന്നിട്ട് ഇപ്പൊ കാര്യമില്ല. അല്ല, അങ്ങനെയല്ല. അത് എനിക്ക് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഈ 5-ാം തീയതി എനിക്ക് ഫാദറിനെ കൊണ്ട് മുട്ടിന്റെ ഓപ്പറേഷന് പോകണമായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനെന്നാ പെട്ടെന്ന് ആയിക്കോട്ടെ, ചെറുതാണെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ, പക്ഷെ അതങ്ങനെ പോയില്ല. സാറേ, ഇപ്പൊ സംസാരിക്കാൻ ആന്റിബയോട്ടിക് ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? തൊണ്ടയിൽ ഇതുണ്ട്, സ്ട്രെയിൻ ഉണ്ട്. അല്ല, അതെ, അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ആദ്യം ഇത് കേട്ടപ്പോ ചോദിക്കണമെന്ന് കരുതിയിരുന്ന, പക്ഷെ പേടിച്ചിട്ടാ ചോദിക്കാതിരുന്നത്. അല്ല, ഇപ്പം മാറി. ഇപ്പം അത് വ്യത്യാസം വന്നു. ഇന്നലെ മിനിയാന്നൊന്നും തീരെ പാടില്ല. ഇന്നലത്തെ ഇൻട്രൊഡക്ഷൻ ഒന്നും എനിക്ക് സംസാരിക്കാനേ പറ്റത്തില്ലായിരുന്നു. ജസ്റ്റ് അങ്ങ് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. പെട്ടെന്ന് അപ്രത്യക്ഷമായത്. ഇപ്പൊ കുറഞ്ഞു. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. അല്ല സാറേ, ഡോക്ടർ എന്താ പറഞ്ഞത്? എന്താണ് ഗൗരവം? ഒന്നുമില്ല, ചുമ്മാ റെസ്റ്റ് എടുക്കാൻ 5 ദിവസം റെസ്റ്റ് എടുത്തോളാം. വേറെ പ്രത്യേകിച്ച് മരുന്ന് വാങ്ങിയത് കൊണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായ ചിലപ്പോ. വാങ്ങാതിരുന്നെങ്കിൽ ഇപ്പൊ അതങ്ങ് നോർമലായി പോയത്. ഇപ്പൊ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന പോലെ അങ്ങ് പോയാനെ. അങ്ങനെ പോകുമൊന്നുമില്ല. സാബു സാർ, ഞാൻ സാറിനെ ഒന്ന് പേടിപ്പിക്കട്ടെ? ഞാൻ പേടിക്കത്തൊന്നുമില്ല, ചുമ്മാ ഇരി. ആ വീഡിയോയിൽ വന്നിട്ട് പേടിപ്പിക്കും, ഒളിച്ചിരുന്ന് പേടിപ്പിക്കാതെ. മുഖം കണ്ട് പേടിക്കുമെന്ന് നോക്കാം. വീഡിയോ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും കേക്കട്ടെ, പേടിക്കുമെന്ന് നോക്കട്ടെ. ഒരു കഥ പറയുന്ന പോലെ ഒന്ന് പറഞ്ഞേ സാർ, എന്റെ ഒരു ബന്ധു രാഹുൽ, 32 വയസ്സാണ്, ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ പുള്ളിക്ക് തൊണ്ടവേദന വന്നു, കോൾഡ് പോലെ വന്നു. പുള്ളി ഡോളോ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം കഴിച്ചു. ഇത് പുള്ളി 3 days ചെയ്തു. എന്നിട്ട് ഈ ശനിയാഴ്ച 5 day വീക്കാണ്. അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം അവൻ്റെ കൂടെ താമസിക്കുന്ന 2 പേര് നാട്ടിലേക്ക് പോയി. അപ്പോൾ ഇദ്ദേഹം ഭക്ഷണം കഴിക്കാതെ ഈ ഡോളോ കഴിച്ചു, കൊളാപ്സ് ചെയ്തു. അവിടുത്തെ വാച്ച്മാൻ പിടിച്ച് അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവര് അവിടെ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് കൊടുങ്ങല്ലൂരുള്ള അച്ഛനെയും അമ്മയും അറിയിച്ചു ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന്. അപ്പോൾ പുള്ളി അവിടുന്ന് വിളിച്ചിട്ട്, ഞാൻ ബാംഗ്ലൂരിലുണ്ടല്ലോ, അപ്പോൾ എന്നോട് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ഇയാളുടെ വയറിൻ്റെ MRI എടുത്തു. ഇപ്പോൾ കിഡ്നിയിൽ ചെറിയ ബ്ലീഡിങ് ഉണ്ട്, ക്യാപ്പിലറീസ് പൊട്ടിയിട്ടുണ്ട്. ശ്വാസകോശത്തിൽ ഫ്ലൂയിഡ് അക്യൂമുലേറ്റ് ചെയ്യുന്നു, ഇൻഫ്ലമേഷൻ ഉണ്ട്. അപ്പോൾ ഗോൾ ബ്ലാഡറിൽ ഒരു ചെറിയ സ്റ്റോണും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് അസഹ്യമായ വയറുവേദനയുണ്ട്. അപ്പോൾ ഞാൻ നിർദ്ദേശിച്ചു ഇയാളെ ഉടനെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നാരായണ ഹൃദയാലയ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇലക്ട്രോണിക് സിറ്റിയിൽ വലിയൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ കൊണ്ടുപോയി അവർ നോക്കിയിട്ട് ആദ്യം ബ്ലഡിൻ്റെ ഓക്സിജൻ ലെവൽ നോക്കിയിട്ട് ആദ്യം ഐസിയുവിൽ കയറ്റി. അതും കഴിഞ്ഞതിന് ശേഷം അയാൾ ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. അപ്പോൾ ഇയാൾ ഇന്നാണ് ഈ കോൺഷ്യസിലേക്ക് തിരിച്ചു വന്നത്. ബോധമില്ലാതായിപ്പോയി. അപ്പോൾ ഈ ഇൻഫ്ലുവൻസ ടൈപ്പ് A ആണെന്ന് വൈറൽ ടൈപ്പിങ്ങിന് കിട്ടി. അതിന് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. ഇപ്പോൾ ഈ മെഷീൻ സപ്പോർട്ടിങ്ങിൽ അദ്ദേഹം ശ്വസിക്കുന്നു. 32 വയസ്സേ ഉള്ളൂ, കല്യാണം കഴിച്ചിട്ടുമില്ല. ഹാർട്ട് ലങ് മെഷീൻ കൊണ്ട് ജീവിച്ചിരിക്കുകയാണ്. അച്ഛനും അമ്മയൊക്കെ വന്നു, അവിടെയുണ്ട്. എൻ്റെ മകൻ്റെ ഭാര്യ കാലിഫോർണിയയിൽ നിന്ന് ആങ്ങളെ കാണാൻ വന്നു. എൻ്റെ മകൻ്റെ ഭാര്യയുടെ ആങ്ങളെയാണ് ഈ പയ്യൻ. എന്നിട്ട് ഇപ്പോൾ അയാൾ ഈ നാരായണാലയ ഈ ഹോസ്പിറ്റലിൽ ഒരു ദിവസത്തെ ബില്ല് 1.5 ലക്ഷം രൂപയാണ്. ഇപ്പോഴാ എനിക്ക് മെസ്സേജ് വന്നു, പുള്ളി വർത്തമാനം പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇനി പക്ഷേ ഇൻഫ്ലുവൻസ ആയതുകൊണ്ട് ഐസൊലേഷൻ വാർഡിൽ തന്നെ തുടരണം. അപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇയാളെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ ഇത്രയും ദിവസം ആകുമ്പോഴത്തേക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 ലക്ഷം രൂപ പൊട്ടിയിരിക്കും. അപ്പോൾ ഈ രോഗത്തെ, ഇൻഫ്ലുവൻസ എങ്ങനെ നിസ്സാരമായിട്ട് കാണല്ലേ, പേടിക്കണം. തൊണ്ടവേദനയൊക്കെ വന്നാലും നമ്മൾ ഈ തൊണ്ടയെ കുറ്റം പറയണ്ട. ഇദ്ദേഹം മാരകമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ 50 ലക്ഷമൊക്കെ കവറേജുള്ള ഇൻഷുറൻസ് എടുത്ത് വെച്ചാൽ നമുക്ക് ധൈര്യമായിട്ടൊക്കെ ഇരിക്കുക. അതർവൈസ് നമ്മൾ പെട്ടുപോകും. അപ്പൊ അതുകൊണ്ട് അവരവിടെ ഒരു ദിവസം എന്നതാ സാറേ ചെയ്യുന്നത് ഇത്രയും പൈസക്ക്? അവര് ഈ വൈറൽ ടൈപ്പിങ്ങിനൊക്കെ ഈ മറ്റേ ഹൈ സെക്യൂരിറ്റി ലാബിൽ അയച്ചിട്ടാണ് ഏത് വൈറസ് ആണെന്ന് കണ്ടുപിടിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവിടെ ഈ കൾച്ചർ ആൻഡ് സെൻസിറ്റീവ് ടെസ്റ്റ് നടത്തിയിട്ട് ബാക്ടീരിയ കണ്ടുപിടിക്കാം. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ സംവിധാനങ്ങൾ മുഴുവൻ ഇതിന് ഉപയോഗിക്കും.
അതെ ഒരു ഉപയോഗിക്കുന്നത്. നോർമൽ ഇപ്പൊ നമുക്കിപ്പം ജീവിച്ചിരിക്കുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അത് വിട്ടേക്കാം. അതിപ്പോ ആര് പിടിച്ചാലും കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് ഒക്കെ പോയാൽ കണ്ടില്ലേ, അത് പോട്ടെ. പക്ഷെ ഇതിനകത്ത് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 50 ലക്ഷത്തിനുള്ള വകുപ്പുണ്ട്, ഹോസ്പിറ്റലിൽ പിടിക്കും. ഞാൻ പോയ ഹോസ്പിറ്റൽ അത്ര ഇല്ലെങ്കിലും ഒരു 10,000 രൂപ എൻ്റെ മേടിച്ചു. എങ്ങനെയുണ്ട് ടെസ്റ്റിങ്ങിനും എല്ലാം കൂടെ? ഇത് ടീച്ചർ മേടിച്ചു എന്ന് കേട്ടോ. പറയുന്ന പോലെ അതൊരു സിസ്റ്റമാ. സാറ് മേടിച്ചില്ല, പക്ഷെ ഷീൽ ടീച്ചർ മേടിച്ചു. ആ കുറച്ച് പോയി ക- ബോധം കൊണ്ട് കുറച്ച് താഴെ പോയെന്ന് ഈ അല്ല, കുറച്ചു കാലം ആയുള്ളൂ ഇത്രയും ഇങ്ങനെ ഇവര് വാങ്ങാൻ അല്ല, തുടങ്ങി. ചിലവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് പ്രശ്നം ഉണ്ടാക്കും. അതെ അതെ. ചിലവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് പ്രശ്നം ഉണ്ടാക്കും. അത് പല ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ അവരാദ്യമേ ചെക്ക് ചെയ്ത് നോക്കുന്നത് പ്രഷറാണ്, നമ്മുടെ BP എങ്ങനെയുണ്ടെന്ന് കറക്റ്റ് ചെക്ക് ചെയ്യുന്നത്. ടീച്ചർ BP മേടിച്ചു വേരിയേഷൻ മേടിക്കാൻ. അത് കൃത്യമായിട്ട് ഫീൽ ചെയ്യും. എന്റെ അപ്പൊ BP അതുകൊണ്ട് BP 200ന്റെ മേലോട്ട് പിന്നെ പോയാൽ പേടിക്കാനൊന്നുമില്ല. പോകേണ്ട സമയം പോക്കോളും. പോയുമില്ല, ഇവിടെ കിടക്കുന്നുമില്ല എന്നുള്ള അത് ഇച്ചിരി മട്ടിലായാലേ പ്രശ്നം, അത് ഇച്ചിരി പ്രശ്നമുള്ള കാര്യമാണ്. അതാ പേടി. അതുകൊണ്ട് അങ്ങനെയുള്ളിടത്ത് പോയി തലയിടാതിരിക്കുക. ഡോക്ടർ എന്തായാലും ഒരു വലിയ പണിയാണ് ഒപ്പിച്ചത്. എന്തായാലും അത്ര കടന്ന് ചിന്തിക്കണ്ട. വേണ്ടായിരുന്നു. അത്രയും സുധാകരൻ നമുക്ക് ഡോക്ടറെ